സോനിയെ ഇന്നേ നല്ല പണിയിലാണ് കേട്ടോ. എന്താ ഇവിടുത്തെ പുല്ലും ഇതൊക്കെ പറിക്കാമെന്ന് വിചാരിച്ചേ. എത്ര എന്ത് ചെയ്തിട്ട് ആ ചെടിയില്ലേ പിന്നെയും വളരും വാഴ. പിന്നെ എങ്ങനെ പറയുക, വാഴ തോൽക്കാൻ ഇനി അവിടെ ആ ഭാഗം മൊത്തം അങ്ങോട്ട് വൃത്തിയാക്കിയിടാണ്ട് അത് വൈകുന്നേരം ആകുമ്പോഴേ കേട്ടോ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. ഈ കുട്ടികൾ മണ്ണിൽ ഇതൊക്കെ പട്ടേന്ന് കേട്ടോ. അതെന്താണെന്നറിയോ, നമ്മൾ പൊന്തിക്കാത്തത്. പട്ട പൊന്തിച്ച് കഴിഞ്ഞു വെച്ചാൽ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ പാമ്പുണ്ടാവും. ആ നോക്കി നിന്നോ ഇതാ ഇവിടെ ചപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നില്ലേ, അപ്പോൾ അതൊക്കെ കത്തിച്ചു കേട്ടോ. അത് നമ്മൾ ഇവിടെ എപ്പോഴും കത്തിക്കലുള്ളത് തന്നെയാണ്. ആഴ്ചയിലോ 2 ആഴ്ച കൂടുമ്പോഴേ കത്തിക്കലെന്ന് മാത്രം, കാരണം അതിന് മാത്രമേ ആവാറുള്ളൂ. അതൊക്കെ ഉണ്ടാവട്ടെ. ആവേ ചന്ദനാണ് സൂന്യ പെറിച്ചളയണ്ട ചന്ദനാണ്. ഇനി ഇനി വേനൽക്കാലം കഴിഞ്ഞിനി മഴക്കാലം ആവാറായില്ലേ. വിറക് വാങ്ങാന്ന് പറഞ്ഞിട്ട് വിറക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റബ്ബർ വിറക് നമ്മൾ ഇവിടെ ഇവരോട് ചോദിച്ചപ്പോഴല്ലേ 4600 രൂപ. അതൊന്നും 6 മാസം ഇരിക്കൂല നമുക്ക്. എന്താ ഇവിടെ 4600 രൂപ. ഇന്നിപ്പോൾ ഹോട്ടലിനെ കുറിച്ച് ഒരു ഇത് കണ്ടല്ലേ, വാർത്ത കണ്ടല്ലേ, ഒരു ടണ്ണ് വിറകിന് 10000 രൂപ അത്ര. പാവങ്ങളെ കൊതിയൊട്ടിക്ക് തന്നെ, അല്ലാതെ ഇപ്പം എന്തായാലും സോനിയെ. അപ്പം അത്ര കിടക്കണ വില അല്ല, അതല്ല അറിയണേ. 4000 പാവങ്ങളെ വിറക് ആവുകൊണ്ട് 4000 എന്ന് പറയാം. പാവങ്ങളെ ചെറുകിട എന്താ എല്ലാറ്റിലും പെടുക ആരാന്നറിയോ, ഈ ചെറുകിട കർഷകരും ചെറുകിട കച്ചവടക്കാരുമാണ് പെടുക. പൈസ ഉള്ളവർക്ക് കുഴപ്പമില്ല, നല്ല വരുമാനമുണ്ട്. ഇതൊരു 10-20 ഊണേ ഉള്ളൂ പറഞ്ഞു വെച്ചാലില്ലേ. ഈ ഗ്യാസിന് ഇങ്ങനെ ഇന്നലെ കണ്ടോ, ഗ്യാസിന് വില കൂടിയേക്കണു, എല്ലാറ്റിനും വില കൂടിയേക്കണു. എടി ആ കത്തി ഇങ്ങോട്ട് വന്നേ കണ്ടോ, ആ വാഴ ചൂല് അവിടെ അടിച്ചോരിയല്ല, അവിടെ നിന്ന് അങ്ങോട്ട് മാത്രം എടുത്താൽ ഉഷാറായിട്ട് വരികയാണല്ലോ. മണ്ണെണ്ണ വെച്ചപ്പോ കേടൊക്കെ മാറിക്കൊണ്ട് പോ. മണ്ണെണ്ണ വെച്ചപ്പോഴല്ലേ ശരിയാ, എല്ലാ കേടും മാറി ഉഷാറായിട്ട് വരികയാണ്. മണ്ണെണ്ണ ഒഴിച്ചിട്ടും കാര്യമില്ല, ഒന്നും ഒഴിച്ചിട്ടും കാര്യമില്ല, വെറുതെ പിന്നെയും വരും. ഇപ്പം ആകെയുള്ള പ്രശ്നം എന്താ പറയുക, നായ്ക്കളെ പറ്റിയിട്ട്. നായ്ക്കളാണ് പറഞ്ഞു വെച്ചാലോ ചെരുപ്പ് എവിടെ ഇടാൻ പറ്റില്ല. ഏട്ടൻ്റെ അടുത്ത് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി, ഒരു ചെരുപ്പ് ഇടാൻ എന്തെങ്കിലും വാങ്ങി വയ്ക്കാൻ. അല്ലേ സൂന്യെ? ആരോട് പറയണെന്ന് ഏട്ടാ? എന്താ അവിടെ പണി കേൾക്കണ്ട പറയുന്നത്? മരം കൊണ്ട് അപ്പക്കുള്ളതൊക്കെ നായ പിടിച്ചും കൊണ്ട് കൊണ്ടോട്ടെ. നായ വരാൻ നോക്കുന്നേ, നായ വരാൻ നോക്കുന്നേ. കണ്ടോ എന്താ സൂര്യാഘാതത്തിന്റെ പവർ കണ്ടോ? സൂര്യാഘാതത്തിന്റെ പവർ നോക്കിയൊക്കെ നമ്മുടെ മത്തൻ വള്ളി ഫുള്ളും പോയി. എന്റെ ദൈവമേ എന്തൊരു ചൂടാ. ഇതെന്താ കാണിക്കുന്നത്? ഇതെന്താ കാണിക്കുന്നത് പിഗ്രി? പൊന്നേ നോക്കിയൊക്കെ കൂടെ എന്താ കാണിക്കുന്നത്? അമ്മ അടിക്കുക, മകനതൊക്കെ പരത്തുക. ഞാനില്ലേ അടിച്ചോരി പുല്ല് പറിച്ചില്ല. പുല്ല് ഇനി ചെത്തിക്കോരാ വിചാരിച്ചു. എന്താ കയ്യും കൊണ്ട് വലിക്കുമ്പോ ശരിയാവില്ല. പുല്ലുണ്ട് ഇത്ര മാറമ്മ. അപ്പോ അവിടെ കൊണ്ടുവച്ചാ കൊണ്ടുവയ്ക്കാൻ പറ്റുമോ? തലയിൽ വെക്ക്. കുക്കർ ഓയ് ഹോയ് ഓയ് ഹോയ്. വാത്താ മതി ഞാൻ പിടിക്കാം. മതി വാങ്ങ്. അതീനല്ല ദീനെ, അച്ഛ കൊണ്ട് അതീനല്ല ദീനെ. അതാ പോയി അച്ഛ കൊണ്ടുപോത്തേ ഒരു കുക്കർ. ബാ ഹോയ് 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 പറഞ്ഞിട്ട് എങ്ങനെ പോവാ പിന്നെ? പോണ പോക്ക് ഇവിടുത്തെ പാത്രങ്ങൾ എപ്പോഴും പറയില്ലേ, പാത്രങ്ങളൊക്കെ അവിടെയും ഇവിടെയാണ് കേട്ടോ. ഞാൻ ചീനച്ചട്ടി തരുമ്പോ ചീനച്ചട്ടി കാണാലോ, ഒക്കെ ചീനച്ചട്ടി ഇവിടെയാണ്. ഇവിടുത്തെ ചീനച്ചട്ടിയൊക്കെ അവിടെ ഇല്ലേ? പിന്നെന്താണ്? അതൊന്നും പൊക്കാൻ നിൽക്കണ്ട സൂന്യ, അവിടെ ഒതുങ്ങി കിടക്കുന്ന തണുപ്പത്ത്. ലോൻഷാ പൊന്നോ, പാമ്പൊന്നും ഉണ്ടാവില്ല സൂന്യ, വെറുതെ പറയുന്നവരുണ്ട്. അതിലേക്ക് എങ്ങനെ പാമ്പ് വരാൻ? താർപ്പായി ചൂടായി കഴിഞ്ഞ്
ടാർപ്പായ ചൂടായി കഴിഞ്ഞല്ലേ പിന്നെ ഒരു പാമ്പ് കിടക്കില്ല അവിടെ. എന്ത്? അതാരാ അതിൻ്റെ ഇത് അഴിച്ചു അതെ. ആ എന്നാ പിന്നെ ഇവിടെ തൊടണ്ട. പൊന്നോ എന്നാ അവിടെ തന്നെ കിടക്കട്ടെ. അത്തേ ആ പാമ്പുണ്ടാവും. എൻ്റെ കുട്ടി അവിടെ നിന്ന് വിട്ടിരുന്ന. ആ ഉണ്ടാവും. പാമ്പാണ്. അത് ശരി. ചാവും ചീതത്തിലോട്ടെന്ന്. ആ ഇതില്ലേ ഇതിൻ്റെ മുരിങ്ങയുടെ ചോട്ടിലിട്ട് തണുപ്പ് കട്ടെ. മുരിങ്ങയുടെ ചോട്ടിൽ ഇവിടെ നിന്ന് പിന്നെ അധികം ഇതുണ്ടായിരുന്നു കേട്ടോ. അതാണ്ടോ ശംഖുപുഷ്പം. ഇവിടെ കുഴിച്ചിട്ട ശംഖുപുഷ്പത്തിന്റെ വിത്ത് ഇവിടെ വന്നിട്ടാണ് ഉണ്ടായിരുന്നത്. അത് എന്താ അതൊന്നും ചെയ്യണം കേട്ടോ. അങ്ങനെ നിൽക്കട്ടെ, വലുതായി വരട്ടെ. അതാണ്ടോ ശംഖുപുഷ്പം. ഞാൻ എവിടെ കുഴിച്ചിട്ടതാ പറഞ്ഞിട്ടാ വയലറ്റ് കളറുള്ളതില്ലേ, അത് നല്ലതാന്ന് പറഞ്ഞില്ലേ, അപ്പൊ അങ്ങനെ കുഴിച്ചിട്ടതാണ്. ഒരെണ്ണം തന്നെ ഉണ്ടായിട്ടില്ല. ഒരെണ്ണം തന്നെ ഉണ്ടായിട്ടില്ല. 10 വിത്ത് കുഴിച്ചിട്ട് ആകെ ഒറ്റ ഒന്നും ഉണ്ടായിട്ടുള്ളൂ. ഇതാണ്ടോ അത് നല്ല മരുന്നാ അത്രയും. ഒന്നെങ്കിലും ഉണ്ടാവട്ടെ. ഇതൊക്കെ പിന്നെ ഏട്ടൻ്റെ ടൂൾസാണ് കേട്ടോ, പണിസാധനങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഇത് വീണതാണ്. അപ്പോൾ പണിസാധനങ്ങളും കാര്യങ്ങളും ഗോഡൗൺ വേറെ നമുക്ക് മൂളിക്ക് വെക്കണം. അപ്പോൾ ഇത് ആവശ്യമില്ലാത്തതൊക്കെ അല്ലേ കമത്തി വെക്കാമോ എന്ന് വിചാരിച്ചു. ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും കമത്തി വെച്ചാൽ മതി. ഒന്നും കയറിക്കൂട്ടുണ്ടായില്ല. കമത്തി വെച്ചാൽ മതി. അറിയാം. അയ്യോ വന്നോ ഇത് വന്നോ? ഇതില്ലേ ഇതെന്ത് ചെയ്യണ്ട്? എവിടെ വന്നോ? ഇതെന്ത് ചെയ്യണ്ട്? ഇതിന് ചെരുപ്പ് വെക്കാൻ പറ്റുമോ? എവിടെ വെക്കുക? തൽക്കാലം അവിടെ തന്നെ വെച്ചോ. ചെരുപ്പോ അവിടെ വൃത്തിയാക്കിട്ടാണ്ട് വെക്കുക. ഇത് ഐസ്ക്രീം കൊണ്ടുവന്ന പെട്ടിയാണ് കേട്ടോ. നമുക്കിതൊരു ഉപകാരമായിരുന്നു വേനൽക്കാലത്തില്ലേ. കാവത്ത് നോക്ക്, കാവത്തും വള്ളി ഇതിൻ്റെ അടിയിലില്ലേ. ഇപ്പോൾ നമ്മൾ കളച്ചെടുക്കുക വെച്ചാൽ ഒരു 10 കിലോൻ്റെ വലിപ്പമുള്ള കാവത്തുണ്ട് കേട്ടോ. 10 കിലോന്നല്ല, അതിലും കൂടുതൽ വലിപ്പമുള്ള കാവത്തുണ്ട്. കൊട്ടത്തേങ്ങ ഉണ്ട്. പൊട്ടടിക്കുമ്പോൾ ഒരു കുലുങ്ങളുണ്ട് കേട്ടോ കൊട്ടത്തേങ്ങ. ദണ്ടിപ്പൊട്ട് അടിക്കുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചാൽ. ഇതിന് ബുക്കുകളൊക്കെ അല്ലേ, ആരെങ്കിലുമൊക്കെ ഇതിന് വരുമല്ലോ, അപ്പോൾ നമുക്ക് അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടേ അങ്ങനെ വെച്ചാണ്. നമുക്കിവിടെ ഏറ്റവും വലിയ സൗകര്യം എന്താണെന്ന് അറിയാം, ഇവിടെ തുണി തോരടാനുള്ളൊരു സൗകര്യം ഉള്ളത് കൊണ്ട് എത്ര തുണി വേണമെങ്കിലും ഇവിടെ ഇടാം. നമ്മളിത് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ, ഇത് നമുക്ക് നല്ല ഉപകാരം കേട്ടോ. എനിക്ക് ഈ അലർജി പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ വെള്ളത്തിൽ ചളി ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കില്ലേ അലർജി കയറും. എനിക്ക് അലർജി കയറും കേട്ടോ, പെട്ടെന്ന് അലർജി കയറാറുണ്ട്. പക്ഷെ ഇതിൽ ഫുൾ ചളി നിൽക്കും കൊണ്ട് എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞു വെച്ചാൽ അപ്പം ഇത് തുറന്ന് നോക്കിക്കഴിഞ്ഞു വെച്ചാൽ ഇതിൽ നിറയെ ചളി അടിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ വിചാരിക്കും ഈ കിണറ്റത്തെ വെള്ളത്തിലൊക്കെ ഇത്ര ചളി ഉണ്ടോ എന്നുള്ളത് കേട്ടോ. ഇതിൽ ഇത്ര ചളി ഉണ്ടോന്ന് നമ്മൾ വിചാരിച്ചു കേട്ടോ. പക്ഷെ നല്ല ചളിയാണ് ഇതില്. ക്ലീൻ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, ഈ അലർജി ഉള്ള ആൾക്കാർക്ക് ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു അലർജി പ്രശ്നം വന്നാൽ ഇതിൻ്റെയൊക്കെ മേലെ റോസ് കളറാവില്ല കേട്ടാ. പെട്ടെന്ന് മുഖമൊക്കെ ഇങ്ങോട്ട് നീര് വന്ന് പെട്ടെന്നൊരു റോസ് കളർ പോലെയും. അമ്മ തുടയ്ക്കാനുള്ള സംവിധാനങ്ങൾ തുടങ്ങി. എന്താ അമ്മുട്ടി? നീ അച്ചുട്ടി എവിടെ? ഇന്ന് ഇതും അവിടെ കൊണ്ടുപോയി വെക്കാനുള്ള ഒരു പാത്രമാണ് കേട്ടോ. ഇത് രണ്ടും ഇതെന്താ വെച്ചാൽ നമ്മളിതിൽ ചോറ് ഊറ്റാറില്ല. ആകെ ചോറ് വലിയ അവിടെയല്ലേ ചോറ് വെക്കാറ്. അപ്പോൾ കുറച്ച് ചെറിയ ചെമ്പല്ലേ വേണ്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ അവിടേക്ക് എടുത്ത് മാറ്റിയേക്കട്ടെ. ഇത് കത്തിക്കാലേ. ചോറ് വെക്കണ്ടേ? ചോറ് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. മട്ടരി 4 അരി ഇവിടെ വയ്ക്കും. സുകന്യ രാവിലെ സതിയേട്ടന് പണിക്ക് വെച്ചിട്ടുണ്ടേ. അപ്പോൾ ചോറ് അവിടെ വയ്ക്കും. കൂട്ടാനും ഉപ്പേരിയും ഒക്കെ ഇവിടെ വയ്ക്കും കേട്ടോ. അപ്പം ഇന്ന് ആണ് പറഞ്ഞു വെച്ചാൽ ഒന്നും വെച്ചിട്ടില്ല. ഇന്നലത്തെ സാമ്പാറുണ്ടായിരുന്നു. സാമ്പാറും മോരും കൊണ്ടാട്ടമുളകും കൊണ്ടുപോയി കേട്ടോ. ഇനി ഇന്നാണെങ്കിൽ അനിയേട്ടൻ
മത്തി കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ മത്തിയാ? കുറച്ച് വെണ്ണൂറും. നനക്കേണ്ടി വരില്ലല്ലോ. അതിന്റെ താഴെ ഇട്ട് കഴിഞ്ഞാൽ നനക്കേണ്ടി വരില്ലേ? ആ, അതിന് ചാണകപ്പൊടിയും കൂടി. ഏതിന്റെ? ചേമ്പിന്റെ അല്ല, കുറച്ച് ചാണകപ്പൊടിയും പാട് ഇട്ട് കൊടുത്താലേ അതുണ്ടായിക്കോളേ. ചാണകത്തിന്റെ പൊടിയും കൂടി വേണമെന്നല്ലേ. നമ്മുടെ അവിടെ കത്തിക്കൽ കഴിഞ്ഞു. ഇനി ഇതാ ഇവിടെ തുടയ്ക്കാണ്ട് കേട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഞാനാണ് തുടയ്ക്കൽ, ലാസ്റ്റാണ് തുടയ്ക്കുള്ളൂ. അപ്പോൾ അമ്മുക്കുട്ടിയെ, കുഞ്ഞുണ്ണി എന്താ അവിടെ ഇങ്ങനെ നിൽക്കണ്? പോവാണ്. പോവാണ്. മുട്ട കൊണ്ട് പപ്പുവിന് കൊടുത്തിട്ട് വാ. അതിനെ കടിക്കണ്ട കേട്ടോ, അത് നിങ്ങളെ കടിക്കില്ല. എന്താ പപ്പു എന്താന്നറിയോ, അവരെ വെറുതെ ഇവര് ആ കൂന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുള്ളൂ കേട്ടോ. അതാണെങ്കിൽ ഒരു പേടിത്തൊണ്ട നായകന് തുടയ്ക്കണ. ആ, അമ്മു അച്ചു ഒരു ജനലല്ല, എല്ലാ ജനലുകളും തുടയ്ക്കണം. ചായ അധികം വന്നേക്കണു, എല്ലാം അധികം വന്നേക്കണു. ഗ്ലാസോ എന്തിനാ? ഗ്ലാഷേ എന്നാ കൊടുക്ക് ചായ കുടിക്കാൻ. ഒന്നും തോന്നില്ല അത്ര അച്ചു നിന്നെ കാണുമ്പോ. ഉള്ളിലുള്ള ജനലിന്റെ ഒക്കെ പൊടി തട്ടണേ. കണ്ണു കൂടെ നാക്കല്ലേ. ആ കസേര എടുത്ത് അതല്ല മറ്റേ നല്ല പൊടിയൊന്നല്ല. കട്ടക്കൂടെ നിൽക്കാനില്ലേ? അതിൽ ചോട്ടില്ല. അത് നല്ല താങ്ങില്ല. തെർമോക്കോളാണേ. പകൽ ചവിട്ടില്ലല്ലോ. അത് തുറക്ക് മതി. എന്നിട്ട് അപ്പൊ ഇന്നലെ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് പ്രേതത്തിന്റെ കാര്യം പറയണത്. ചെവി പൊത്തി കടന്നൂടെ? കിടക്കുമ്പോ ചെവി പൊത്തി കിടക്കാൻ പറ്റുമോ? അത് തുറന്നു കൊടുക്ക്. തുറന്നു കൊടുക്ക്. പ്രശ്നം തീർന്നില്ലേ? കൂർക്ക വലിക്കത്ര തണുപ്പ് വരുന്നില്ല. ആരുടെ? ഇനിയിപ്പോ 2 റൂമും പോരാതെ അപ്പൊ നമുക്ക് ഇപ്പൊ മോളിക്ക് എടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഒന്നും ഇല്ല കേട്ടോ. നിങ്ങളിപ്പോ മൂന്നാളല്ല 4 പേര് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ ഒരു റൂമിൽ. നിങ്ങൾ 4 പേര് ഇപ്പം അതിൽ കിടക്കന്നെ വേണം. നമുക്ക് എന്താ ഇനി നിങ്ങൾ കുറച്ചും കൂടി വലുതാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുക ചെയ്യുക. അപ്പം ഇത്രയും ആയില്ലേ. TV ഫോൺ നിർത്തടോ. കൂർക്ക മരിക്കലിനെ കുറിച്ച് എവിടെയും കിടത്താൻ പറ്റുമോ? ചോറും കൂട്ടാനും വെക്കാനുള്ള വെള്ളം കേട്ടോ. അയ്യോ, ചുക്കുവെള്ളം വെക്കാനുള്ളത്. മോട്ടർ പോയി നിർത്തുമോ? എൻ്റെ അച്ചൂൻ്റെ പണിയാണെന്ന് മിറ്റടിക്കൽ. അതൊക്കെ ഞാൻ അച്ചൂന് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇവിടെ മൊത്തം തുടയ്ക്കണമെന്ന് ഇന്നലെ തുടങ്ങിയതാണ്. ഞാൻ അച്ചൂനോട് പറയുന്നത്, അച്ചു ഇവിടെ മൊത്തം പൊടിയായിട്ടുണ്ട് തുടയ്ക്കുകയാണ്. അപ്പം അച്ചു അമ്മുവാണ്. ഈ ഒരു ഭാഗം മൊത്തം ആരാണ്? ചെയ്ത് പഠിക്കണേ. പെൺകുട്ടികളില്ലേ എല്ലാ പണിയും പഠിക്കണം, ആൺകുട്ടികളും പഠിക്കണം. കിച്ചുവിനെ കൊണ്ട് നമുക്ക് തുണി തിരുമ്പിപ്പിക്കുക. പ്രശ്നം തീർന്നില്ലേ? ഇല്ലേട്ടാ?
ചെയ്യാം. ആദ്യം നമുക്ക് ചുക്കുവെള്ളം വെക്കാം അല്ലേ? ചുക്കുവെള്ളം വെച്ച് കഴിഞ്ഞിട്ട് ചോറിന് അരി എടുത്തിട്ടിടാം. ചോറ് വന്നു കഴിഞ്ഞാൽ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ വെച്ചതുണ്ട് കുറച്ച്. അപ്പോൾ ആ വെള്ളമൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കും. എന്താണ്ടി പണ്ണ ദോഷം വന്നാ? അവള് പൊരിഞ്ഞ പണിയിലാണ്. ഏ അവള് പൊരിഞ്ഞ പണിയിലാണ്. ആര്? അച്ചു തന്നെ. അമ്മുട്ടിയാ? അച്ചു അത്ര പോരാട്ടോ, നല്ല അമർത്തി തുടക്കണം. അച്ചു നല്ല അമർത്തി തുടച്ചോ, എന്നാലാണ് ഇത് മറ്റേത് ആ വണ്ടർ കെട്ടിയ മരിക്കത്. അവൾ അങ്ങനെ നിന്ന് കഴിഞ്ഞാ കേട്ടോ. ക്ഷീണിച്ച അച്ചു? ക്ഷീണിച്ചോ? എന്ത് ക്ഷീണിക്കണ? ഒരു ജനലും വാതിൽ തുടക്കി വെക്കോ? ആ കേടൊന്ന് മാങ്ങിയെടുത്തൊരു ജ്യൂസ് അടിച്ച് കുടിച്ചോ. അതിൻ്റെ ഉള്ളിലുള്ള കുറേ കടലാസുകൾ കളയാണ്ട് എന്താ ചെയ്യാ? അല്ലാതെ ഇപ്പം എന്താ ഉണ്ടാക്കി കുടിക്കുക? എന്താ പിന്നെ ഈ പഴുത്തൊരു പഴം ഉണ്ടിരിക്കണം. ഇതൊരു മാങ്ങ ഉണ്ടിരിക്കണം. ആ പഴം കുട്ടികൾക്ക് കഴിക്കാൻ പാടില്ല. അത് പഴുത്ത പഴത്തിൽ ഷുഗർ ഉണ്ടാവും അത്ര. നല്ല പഴുത്ത പഴത്തിൽ. ഷുഗർ പേഷ്യൻറ്റുകളായി എന്താ ചെയ്യുക അല്ലേ? ഇത് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള തുണികളാണ് കേട്ടോ. സുഗന്യക്ക് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ളതാണ്. ഒപ്പം അല്ലേ തിരുമ്പുക. കുട്ടികൾ ഇവിടെ കുളിക്കുക. അപ്പോൾ ആ കുട്ടികളുടെ തുണികളൊക്കെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അത് അങ്ങോട്ട് കൊണ്ടുപോകണ്ടേ. ഇതൊക്കെ തിരുമ്പാൻ ഇവിടേക്ക് ഇടാൻ. എന്താ 2 പേരും ഇവിടെയാണ് കുളിക്കുള്ളൂ. സുഗന്യയും അനിയനും മാത്രമാണ് കേട്ടോ അവിടെ കുളിക്കുള്ളൂ. അതുകൊണ്ട് അവർക്ക് അവരുടെ തുണികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ തുണികൾ അവിടെ ഇവിടെയായിട്ട് ആവശ്യത്തിന് തന്നെ കിട്ടില്ല. അതന്നെ അറിയണം. ഇപ്പോൾ അങ്ങോട്ട് തുണികൾ കൊണ്ടുപോകണില്ല. തുടങ്ങുക വരും. അച്ചോ അച്ചോ എന്തച്ചോ റബ്ബർ വെട്ടിയോടത്ത് കുറച്ച് ചുള്ളലുകളുണ്ട് കേട്ടോ. അപ്പൊ ആ ചുള്ളലുകൾ കഴിക്കോ? ഇവിടെ നിന്ന് തുടയ്ക്കണം. നിങ്ങളാണ് കുട്ടികളെ അങ്ങനെ നാശാക്കണത്. ക്ഷീണിക്കരുത് കേട്ടോ. കുട്ടികളെ അവരെ എന്താണെന്നറിയോ നമുക്കിപ്പോൾ ഇത് ഇനിയിപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് ഇതൊക്കെ ചെയ്യുക. ഇതിർക്ക് അതിന് സമയം കിട്ടില്ല. പക്ഷെ സ്കൂളില്ലാത്ത സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കുമ്പോഴേ എൻ്റെ അമ്മ എന്നിട്ട് പറയേ ഒക്കെ ഓരോന്ന് ചെയ്ത് പഠിക്കട്ടെ നല്ലതാണ് പറയും. ഇത് ടാങ്കിൻ്റെ പൊടിയില്ല അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. ടാങ്കിൻ്റെ പൊടിയില്ല, ടാങ്ക് ഒരു മുഴുവൻ അങ്ങനെ അടക്കാം. പൊടിച്ചിട്ടൊന്നുമില്ല. അമ്പോ മുളകും മല്ലിയും പൊടിച്ചോണ്ടുന്നത് ആ കവറിലാക്കി വെച്ചിട്ടുണ്ട്. ആ മുളകും മല്ലി ഇനിയൊന്ന് മാറ്റണം. മുളക് പൊടി ഉണ്ട്, തരാം. അങ്ങോട്ട് ജ്യൂസ് അടിച്ചോ, കുറച്ച് കലക്കി കുടിച്ചോ. ഇത് ഒരു ചെമ്പ് വെക്കുന്ന എന്തിനാണെന്നറിയോ? ചുക്കുവെള്ളമാണ് കേട്ടോ. ഒരു ചെമ്പ് അങ്ങോട്ട് വെച്ച് വെച്ചാൽ എന്താ നിൽക്കുള്ളത് വരും. അനിയേട്ടൻ മാത്രമേ വെള്ളം കുടിക്കുള്ളൂ. പക്ഷേ ഈ ഒരു ചെമ്പ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം ഈ ഒരു ചെമ്പ് വെള്ളം വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം മൊത്തം കഴിഞ്ഞിട്ടുണ്ടാവും. ഇന്നലെ കണ്ടോ ഒരാൾ 5 ലിറ്റർ വെള്ളം കുടിച്ചിട്ട് കുഴഞ്ഞു വീണൂന്ന്. അത്രയ്ക്ക് വെള്ളം കുടിക്കാൻ പാടില്ലേ? ചൂടുള്ള സമയത്തൊക്കെ ഇതിലിപ്പോൾ ഒരു 5-6 ലിറ്റർ കൊള്ളില്ലേ? ഞാൻ മാത്രം നല്ല പോയി കുടിക്കണ്ടാവും, വേറെ ആരും കുടിക്കണ്ടാവും. ഞാൻ 3 ലിറ്റർ വെള്ളം അത്ര ഞാൻ കുടിക്കണ്ടോ. 3 ലിറ്റർ വെള്ളം. ഇനി ചോറ് വെക്കണം കേട്ടോ. കുഞ്ഞ മത്തി കൊണ്ടുവന്നിട്ടുണ്ട്. കുഞ്ഞ മത്തി ഇത്ര വലിപ്പമേ ഉള്ളൂ മത്തി. അത് നേരെ വെക്കണം. ഇവിടെ ഞാൻ തുടച്ചോളാന്ന്. നിങ്ങൾ തുടച്ചേക്ക് വൃത്തിയാവില്ല. ഇവിടെ അങ്ങനെ തുടച്ചിട്ട് കാര്യമില്ല. ഇവിടെ ഞാൻ എന്താ ഇത് ലിക്വിഡ് കണ്ടില്ലേ? ഇവിടെ നിന്ന് ആദ്യം ഇതിലിട്ടിട്ട് തുടയ്ക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇരുന്ന് തുടയ്ക്കും. എന്നാലാണ് ഇത് ഇവിടെ നിന്ന് വൃത്തിയാവുള്ളൂ വിചാരിച്ചിട്ട് കേട്ടോ. ഈ നിലത്തിൻ്റെ കളർ കണ്ടോ? കറുപ്പ് പോയിട്ട് വേറൊരു കളർ വന്നു. കലക്കാനോ? കുറച്ച് സോപ്പ് പൊടി എടുത്ത് കലക്കിക്കോ. എന്താ ഒരു ഗ്ലാസ് കുടിച്ചപ്പോഴേക്കും എന്തൊക്കെ കലക്കാൻ വേണ്ടി അല്ലേ? നല്ല ചൂടുണ്ട് കേട്ടാ. ഞാൻ ചുട്ട് കൊഴുകുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്കില്ല ബെഡൊക്കെ ഒന്ന് വിരിച്ചിട്ടാ ബെഡും കൂടി വിരിച്ചിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഞാനിതാ ചോറ് വെക്കണം, കൂട്ടാൻ വെക്കണം, മീൻ വറക്കണം. അത് കഴിഞ്ഞിട്ട് തുണികൾ തിരുമ്പാണ്ട്, തുണി തിരുമ്പി ഇടണം. പുറത്തു കൂടെ ഉള്ളതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്താ ചെയ്യല്ലേ? ഒരു ബെഡ് വിരിച്ചിട്ട് ഇത്ര വലിയ പണിയാ. അപ്പോൾ നമ്മൾ നമ്മുടെ വിശേഷം നിർത്തുകയാണ് കേട്ടോ. എന്താണെന്നറിയോ? വീഡിയോ എടുക്കുന്ന ആൾക്ക് പുറത്ത് പോകണം ഇത്രേ. അപ്പോൾ
നമ്മൾ ഇത് ചെയ്യട്ടെ കേട്ടോ. മത്തിയില് പുറപ്പെട്ടു. മത്തി മുളക് ചാറും വെക്കണം, പിന്നെ കുറച്ച് കുമ്പളങ്ങ ഇട്ടിട്ട് മോര് കൂട്ടാൻ. അതിപ്പോൾ വെക്കില്ല കേട്ടോ, വൈകുന്നേരത്തെ വെക്കുള്ളൂ മോര് കൂട്ടാൻ. അങ്ങനെ മോര് കൂട്ടാൻ വെച്ച് കഴിഞ്ഞ് വെച്ചാൽ നാളേക്കും കൂടി ആവുമല്ലോ. മത്തി മുളക് ഇട്ടത് കുട്ടികൾക്ക് ഇഷ്ടമാണ്. ആ ബീഫോ പിന്നെന്താണ്, പന്നിയോ ബിരിയാണിയോ കുഴിമന്തിയോ അല്ലേ, അങ്ങനെ എന്തൊക്കെയാണ്. എത്ര നന്നായിരുന്നല്ലേ ഈ എന്താ ബിരിയാണി കഴിഞ്ഞ ആഴ്ച മുമ്പത്തെ ആഴ്ച നീ കഴിച്ചില്ലേ അമ്മായിയുടെ വീട്ടിൽ പോയിട്ട്? ആ നെയ്ച്ചോറും ചിക്കനും അങ്ങനെ കഴിച്ചാൽ മതി. ഇനി ബുധനാഴ്ച കഴിക്കാൻ പറ്റും. ഇനി എന്താന്ന് ശനിയാഴ്ചയല്ലേ, ഞായർ തിങ്കൾ ചൊവ്വ. ആ കാത്തിരിക്കണം. കാത്തിരിക്കണ്ട. എന്താ കഴിച്ചിട്ടിരുന്നു. എന്താ ഇങ്ങനെ ഐസ്ക്രീം ഐസ്ക്രീം ആയി തന്നെങ്കിൽ വിഷം മാറോ? അവള് 2 ദിവസമായിട്ടോ പറയണ ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പം ഞാനാ പറഞ്ഞത് ബിരിയാണി ഉണ്ടാക്കേണ്ട കാര്യം പറഞ്ഞപ്പോൾ ഇന്ന് വൈകുന്നേരത്ത് ബിരിയാണി അരി ഉണ്ട്, നെയ്യൊക്കെ ഉണ്ട്. ഐസ്ക്രീം 5 പേർക്ക് വേണം കേട്ടോ. പൈസ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. വിഷു കൈതോട്ടം കിട്ടിയതിന്റെ ഒരു 50 ഉറുപ്പ്യ ബാക്കിയുണ്ടല്ലോ. അപ്പോൾ നമ്മളില്ലേ ഇന്നത്തെ ഒരു ദിവസത്തിന്റെ ഒരു ഫുള്ള് എടുക്കാന്ന് വിചാരിച്ചാണ്. അപ്പം അതിനൊന്നും പറ്റിയില്ല കേട്ടോ. എന്തിന്റെ ഉപ്പായം? അതോ ഞാൻ ഇടാഞ്ഞത് എന്താ വെച്ചാൽ ഇനി അച്ഛനും പച്ചടത്ത്. ഞാൻ ഗുരുവായൂർ പോകുമ്പോ നല്ല സെറ്റ് സാരി കൊടുത്തിട്ടാ പോവാ കണ്ണനെ കാണാനേ. അറിയോ ലേട്ടാ? അല്ല എവിടുന്ന ഞാൻ സാരി വാങ്ങിട്ട് എത്രയായി? അമ്മമ്മയുടെ അടുത്തുനിന്നുള്ള സാരി അല്ല ഞാൻ സാരി ആയിട്ട് ഏട്ടനെ സാരി വാങ്ങാറുണ്ട് ഏട്ടാ. ചുരിദാർ എടുക്കുക എന്നല്ലാതെ നിങ്ങൾ എടുത്തിട്ടോ. ഇന്റെയൊക്കെ സാരിയും തുണികളൊക്കെ നിങ്ങൾക്കാണേ. ഷെയ്പ്പൊക്കെ ആക്കുക ഇടുക. ഓ ഒന്നും പോവില്ല അല്ലേട്ടാ. അല്ലെങ്കിലും നോക്കിയേക്കാ, ഞാൻ എന്റെ അമ്മയുടെ കൊണ്ടുവരുന്നുണ്ട്. എന്റെ ഒക്കെ ഉള്ളത് നിങ്ങൾക്കാണ് കേട്ടോ. അല്ല എന്റെ ഒക്കെ നിങ്ങൾക്ക് ഉള്ളതാണ്, നിങ്ങൾ എടുത്തോളി. പക്ഷെ കുറച്ചെന്റെ കിച്ചൂട്ടനും കൊടുക്കണം കേട്ടോ. സാരിയല്ല തമാശ. അച്ചോട്ടിക്കില്ലേ ഇന്നിപ്പോ എന്തെങ്കിലും സോപ്പ് ഇട്ടിട്ട് അവൾക്ക് വേണം. അതിന് വേണ്ടിയിട്ടുള്ള എന്താ സോപ്പിടലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് നേരം കഷ്ടപ്പെട്ടല്ലേ ഒരു നാരങ്ങ വാങ്ങിക്കൊടുക്കട്ടെ. കുറച്ച് എന്നിട്ട് ഉപ്പും പഞ്ചസാര ഇട്ടിട്ട് അങ്ങോട്ട് തണുത്ത വെള്ളത്തിലാണ്ട് കലക്കി കുടിച്ച് അച്ചോട് ഉഷാറാവും. എനിക്ക് വെയ്യ. അത് മതി അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അച്ചുവിന്റെ റിസൾട്ട് വന്നോ പറഞ്ഞില്ലേ? അച്ചൊക്കെ ജയിച്ചു. അച്ചൊക്കെ ഫുൾ A+ ആണ്. ഞങ്ങളെല്ലാവരും ജയിച്ചു. കിച്ചൊക്കെ ജയിച്ചു കേട്ടോ. എന്താ അമ്മൂ ഇപ്പോൾ 8ാം ക്ലാസ് വരെ തോപ്പിക്കണ ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പം അച്ചു എന്താ ഞങ്ങൾ വെറുതെ ഇങ്ങനെ പറയാം, അച്ചോ ഈ എന്താ നാണം കെടുത്തോ, എന്താ മാർക്ക് ഉണ്ടാവില്ലേ? നീ മാർക്ക് വാങ്ങിയിട്ടില്ലെങ്കിൽ ഞാനല്ലേ നാണം കെട. പഠിപ്പിക്കാണ്ടാണ് പറയുന്നത്. ജയിച്ചാ പോരാ, നല്ല മാർക്ക് വാങ്ങിയിട്ട് ജയിക്കണം. ഇല്ലെങ്കിൽ ഇന്റെ പോലെതാ ചോറിന് എത്ര അരിയിടും കൂട്ടി. ഔ ഇതൊക്കെ നമുക്ക് 2 കൊല്ലം കഴിഞ്ഞിട്ട് പറയണം അല്ലേട്ടാ. അപ്പോഴേ പറയും. എന്താ എനിക്ക് അച്ചുവിന്റെ കാര്യത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ. അച്ചു ജയിക്കുന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ വെറുതെ നമ്മളെ ഇളക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പറയും അച്ചുട്ടിയെ. അത് അമ്മും തന്നെ ട്യൂഷനൊന്നും പോകാണ്ട് ഇവര് ആ മാർക്ക് വാങ്ങില്ല. എനിക്ക് അത്രയൊക്കെ മതി. ഞാനതിൽ സന്തോഷമാണ്. ഞാൻ ഒരുപാടൊന്നും ആഗ്രഹിക്കുന്നില്ല എൻ്റെ മക്കളുടെ അടുത്തുനിന്ന് എല്ലാവരുടെ അടുത്തുനിന്നും. നമ്മളുള്ളതും കൊണ്ട് തൃപ്തിയായിട്ട് ജീവിക്കാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അത് മതി. അപ്പോഴേ നമ്മുടെ വിശേഷം നിർത്തുകയാണേ. ഇനി ഇത് കഴിഞ്ഞിട്ട് ചുക്കുവെള്ളം തിളച്ച് കഴിഞ്ഞ് ഇത് വാങ്ങിയിട്ട് വേണം നമുക്ക് ചോറ് വെക്കാൻ. അമ്മ അവിടെ ഫുള്ളും തുടയ്ക്കണം. കഴിഞ്ഞ പോനാ ഇവിടെയൊക്കെ തുടയ്ക്കണ്ടേ. ചുമരെന്ന് പറയുമ്പോൾ ഈ ഭാഗമൊക്കെ തുടയ്ക്കണം. അയ്യോ എന്താ ചളി പോണില്ലാന്നോ? അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം.